എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് അനുകൂലമായി ആ തീരുമാനം എടുക്കുകയാണെന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഞണ്ടിൻ്റെ രൂപം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ആ വ്യക്തി എടുക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ വ്യക്തി അത്തരം ഒരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുമെന്ന്. പക്ഷേ ആ വ്യക്തി ആ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുകയാണ്. ആ വ്യക്തിയുടെ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഈ അടുത്തൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം നിങ്ങൾ മുൻപ് പ്രതീക്ഷിച്ചിരുന്നു ആ വ്യക്തി എനിക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കും, എൻ്റെ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എൻ്റെ മനസ്സിന് സ്നേഹമുള്ള രീതിയിൽ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി ആ തീരുമാനം എടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതാകുകയും നിങ്ങൾക്ക് കൃത്യമായ ഒരു പിന്തുണ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകാത്ത രീതിയിൽ സാഹചര്യങ്ങളുണ്ടായി. അത് ആ വ്യക്തിയുടെ മാത്രം കുഴപ്പമല്ല. പല ഘട്ടങ്ങളിലും ചില ആളുകൾ ഉണ്ടാക്കിയ സമ്മർദ്ദങ്ങൾ, ചില ആൾക്കാരുണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഏത് വിധേനയും നിങ്ങൾക്ക് ദ്രോഹമാകുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് പോലും വരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടായി. നിങ്ങളെ സംബന്ധിച്ച് അത് വലിയ വിഷമം ഉണ്ടാക്കി. ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെട്ട, ഞാൻ വിശ്വാസം അർപ്പിച്ച വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് പോലും എനിക്കെതിരെ തീരുമാനം ഉണ്ടാക്കാനായിട്ട് എൻ്റെ ശത്രുക്കൾക്ക് സാധിക്കുന്നു എന്നൊരു ചിന്തയിൽ തന്നെയായിരുന്നു നിങ്ങൾ. അങ്ങനെ ഒരു ചിന്തയിലായിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനോവിഷമം തോന്നി, നിങ്ങൾക്ക് ദുഃഖം തോന്നി. എന്ത് നിലപാടാണ് എൻ്റെ കക്ഷി അല്ലെങ്കിൽ എൻ്റെ വ്യക്തി എടുക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ദുഃഖം തോന്നി. എങ്ങനെ ഞാനിതിനെ മറികടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ നേടുമെന്ന് നിങ്ങൾക്ക് ദുഃഖമുണ്ടായി, നിങ്ങൾക്ക് ആശങ്കയുണ്ടായി. ഞാൻ അത്രയേറെ സ്നേഹിച്ചിട്ടും, ഞാൻ അത്രയേറെ മനസ്സ് വച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നെ മനസ്സിലാക്കാതെ പോകുന്നു, എൻ്റെ വ്യക്തിക്ക് എന്നെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു, അത് നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ ദുഃഖം തന്നെയായിരുന്നു. അങ്ങനെ നിങ്ങൾ ആ വലിയ ദുഃഖത്തെ, ആ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങളുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്തുനിന്ന് പോലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടില്ലാതെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിഷമം തോന്നും. ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാതെയായി, ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാതെയായി, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തൊരു വിഷമം. ഈ ലോകം മുഴുവനും നിങ്ങളെ എതിർത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കണമായിരുന്നു. നിങ്ങൾക്കതിലൊരു ദുഃഖമുണ്ടായി. ആ വ്യക്തിയെ കൊണ്ട് അത്തരമൊരു തീരുമാനം എടുത്തത് തന്നെ നിങ്ങളോട് ദേഷ്യമുള്ള, നിങ്ങളോട് വൈരാഗ്യമുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ ആ നിലപാടും അവരുടെ ആ നിഗമനങ്ങളും നിങ്ങൾക്ക് എതിരായി വന്നു. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. എന്നെ മോശമാക്കി, എന്നെ ഇല്ലാതാക്കി, എന്നെ തകർത്ത് കളഞ്ഞുകൊണ്ട് എനിക്കെതിരെ നിലപാടെടുക്കുന്ന ആ നിലപാടെടുക്കുന്നതിന് എൻ്റെ വ്യക്തിയെ പോലും പ്രേരിപ്പിക്കുന്നവർക്കെതിരെ എനിക്കൊരു നീക്കം വേണം, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങളുടെ വ്യക്തി തന്നെ അത് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തി എല്ലാ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കുന്നു, നിങ്ങൾക്കെതിരായിട്ടെടുത്ത തീരുമാനങ്ങൾ മാറ്റുന്നു, നിങ്ങൾക്ക് അനുകൂലമായ ആ തീരുമാനം ആ വ്യക്തി എടുക്കുന്നു. ഏറ്റവും നിർണായകമായ തീരുമാനം നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ആളുകളെ അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം പകരും. രണ്ടാമത്തെ പൈലായ മത്സ്യം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. തടസ്സങ്ങളെല്ലാം മാറുന്നു. ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ തടസ്സങ്ങൾ മാറി സന്തോഷം ഉണ്ടാകുന്നു. ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതമായിരുന്നു. ഒരു കാര്യത്തിൽ പോലും സമാധാനം ഉണ്ടായിരുന്നില്ല ഇതുവരെ. എല്ലാം തടസ്സങ്ങൾ. ഓരോ കാര്യത്തിന്
ആഗ്രഹിച്ചിറങ്ങുമ്പോഴും ഒന്നുകിൽ തുടക്കത്തിലോ അല്ലെങ്കിൽ ഒടുക്കത്തിലോ ഒക്കെ എങ്ങനെ ആയിട്ടോ തടസ്സങ്ങളുണ്ടാകുകയും ആ കാര്യങ്ങളൊന്നും നടക്കാതാകുകയും ചെയ്യും. അങ്ങനെ ഹൃദയത്തിൽ ഒരുപാട് ദുഃഖം അതേ സംബന്ധിച്ചുണ്ടായി. ഞാൻ ചെയ്ത എല്ലാനും ഇങ്ങനെയാകുന്നല്ലോ, എനിക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി എന്ന് മാറും എന്നിങ്ങനെയുള്ള ഒരുപാട് മാനസികമായ വിഷമങ്ങളും മറ്റുമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി. ഒരുപാട് പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ജീവിതത്തെ തന്നെ മടുത്ത് പോയൊരു ഘട്ടത്തിൽ ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ് നേട്ടം ഉണ്ടാകുന്നത്, ഇനി എന്നാണ് എനിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് എന്ന് കരുതി ജീവിതത്തെ കൊണ്ടുപോയി. ഒരു ഇടത്തിലും ഒരു കാര്യത്തിലും മുന്നേറ്റമില്ലാതെ നേട്ടമില്ലാതെ ഞാൻ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ പ്രതിസന്ധികൾ എന്ന് മാറും എന്നിങ്ങനെയുള്ള ചിന്തയിൽ നിങ്ങൾ ജീവിച്ചു. ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ട് ജീവിതത്തെ തുടങ്ങിയിട്ട് ജീവിതാവസാനം വരെ ഈ ദുരിതങ്ങൾ മാത്രമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു. പക്ഷെ അതൊക്കെ മാറുകയാണ്. മത്സ്യത്തിൻ്റെ പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. എല്ലാത്തിലും സമൃദ്ധി നിങ്ങൾക്ക് വരാൻ പോകുന്നു. എല്ലാ പ്രതിസന്ധികളും മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ സമാധാനത്തോടെ ഒരു മുന്നേറ്റം, ജീവിതത്തിൽ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടൊരു മുന്നേറ്റം, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശക്തമായി മുന്നോട്ട് വരാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായിരുന്നു അവയെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ആ പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. നിങ്ങൾ ഓരോ കാര്യത്തിലും നിങ്ങൾ ഭയപ്പെട്ടിരുന്നു, ഇന്ന കാര്യം എങ്ങനെയാകും, ഇന്ന കാര്യം എങ്ങനെയാകും, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കും, അങ്ങനെ അതെല്ലാം മാറുന്നു. നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വരുന്നു. ആ വ്യക്തി നിങ്ങൾക്കെതിരെ തീരുമാനം എടുക്കുമെന്ന് കരുതി നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ നിങ്ങൾക്കെതിരാകുമെന്ന് കരുതി നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. പക്ഷെ എല്ലാം മാറുകയാണ്. ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ആ വ്യക്തി എടുത്ത എല്ലാ തീരുമാനങ്ങൾ ഇതുവരെ നിങ്ങൾ എതിർത്തിരുന്ന കാരണമായി അതെല്ലാം മാറിയിട്ട് ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചത് മാറുന്നു. നിങ്ങൾക്ക് ഏറ്റവും വലിയ മനോവിഷമം അതായിരുന്നു. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് താൻ സ്നേഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അതെല്ലാം മാറി ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു. അങ്ങനെ ജീവിതത്തെ പോസിറ്റീവായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളെത്തുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായൊരു നിലപാട് അക്കാര്യത്തിലുണ്ടാകുന്നു. എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു നിലപാടിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ പല നിർണായക തീരുമാനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.